ഗബ്രി ജാസ്മിനെ തുടരുത്, ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരിക്കുന്നു. ജാസ്മിൻ അടുത്ത് പോകരുത്, അതുപോലെ ഗബ്രി ജാസ്മിനെ തുടരുത് എന്ന് ബിഗ് ബോസ് 2-3 പ്രാവശ്യം വാണിംഗ് കൊടുക്കുന്ന ഇഷ്യൂ ഉണ്ടായി. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഗബ്രി ജാസ്മിൻ കോംബോ എപ്പോഴും ഒരുമിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്ന കോംബോയാണ്. ആ കോംബോയിലേക്ക് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ജാസ്മിൻ ഒട്ടും വയ്യ. ജാസ്മിൻ ORS ഒക്കെ കുടിച്ച് ഒരു സ്ഥലത്ത് ഒരു മൂലയിൽ ഇന്നത്തെ ടാസ്കിൽ ഒന്നും പങ്കെടുക്കാതെ തന്നെ കിടക്കുകയാണ്. അതിനിടയിലേക്കാണ് ഗബ്രി ഇടയ്ക്കിടയ്ക്ക് കയറി പോകുന്നത്. അപ്പോൾ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് എപ്പോഴും വാണിംഗ് കൊടുക്കുകയാണ്, ഗബ്രി അതിനടുത്തേക്ക് പോകരുത്, ക്യാപ്റ്റൻ മാത്രം ശുശ്രൂഷിക്കുക, അതുപോലെ വൈറൽ ഫീവർ ആകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഗബ്രി പോവുകയും അവിടെ നിന്ന് ഐ ലവ് യു പറയുകയും പ്രൊപ്പോസ് ചെയ്യുകയും ഹൃദയം തുറന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഗബ്രി ജാസ്മിനോട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. അവസാനം ബിഗ് ബോസ് അടിച്ച് പുറത്താക്കി. ബിഗ് ബോസ് അടിച്ച് പുറത്താക്കിയതിന് ശേഷവും പുറത്ത് വന്ന് നിന്നിട്ട് അതിനിടയിൽ ORS കുടിക്കൂ, അത് കുടിക്കൂ, അതുപോലെ കെയർ ഒക്കെ ചെയ്യുന്ന കണക്ക് പിന്നെ ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കുന്നു. ഇങ്ങനെ ഇതൊരു ഫണ്ണാണോ എന്ന് ചോദിച്ചാൽ കാണുന്നവർക്ക് അത്ര ഫണ്ണായിട്ട് തോന്നുന്നില്ല. കാരണം ഈ ഒരു കോംബോ തന്നെ ഒരു നെഗറ്റീവാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വീണ്ടും ഒരു മെഡിക്കൽ ഇഷ്യൂ വന്ന ഒരാളടുത്ത് വീണ്ടും പോകരുത് എന്ന് പറയുന്ന ബിഗ് ബോസിന് പറയേണ്ട ഗതികേടിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അത്രയും പറഞ്ഞിട്ടും വീണ്ടും ഓരോ സമയത്തും പോവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വീണ്ടും ഗബ്രി ജാസ്മിന്റെ അടുത്ത് പോകുന്നു, ജാസ്മിന്റെ അടുത്ത് സംസാരിക്കുന്നു. ഇതൊന്നും പാടില്ലാതെ ബിഗ് ബോസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം വൈറൽ ഫീവർ ആണെങ്കിൽ എല്ലാവർക്കും ഇവിടെ ബാധിക്കും. ഓൾറെഡി അർജുനും റസ്മിനും നല്ലൊരു പനി കിട്ടി. ആ ഒരു പനി ഭയങ്കരമായിട്ട് വൈറലായി. അത് പിന്നെ വെളിയിലേക്ക് പോയ ചികിത്സയൊക്കെ തേടിയിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. പിന്നെ ഇപ്പൊ സിബിൻ ഇല്ല, പൂജ ഇല്ല. അപ്പൊ ഇങ്ങനെ കുറെ പേര് ഇല്ലാത്ത ഒരു കണ്ടീഷനിൽ നിന്നാണ് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബിഗ് ബോസ് എപ്പോഴും ഇങ്ങനെ കെയർ എടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ അത്രത്തോളം കെയർ ഇവർ തമ്മിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടും അത് ആവർത്തിക്കുന്നത്. ഇത് ലാലേട്ടൻ ചോദിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ ജാസ്മിൻ ഗബ്രി കോംബോ വീണ്ടും പ്രതീക്ഷിക്കാമെന്ന് ഉറപ്പാണ്. ഇതൊന്നും പിരിയാനേ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇതിന്റെയൊക്കെ സൂചന നൽകുന്നത്.